ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് ഒരു ഇന്നൊരു എന്താ പറയുക ഒരു ഡെവലപ്മെൻറ്റ് ടൂള് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് വിഷ്വൽ സ്റ്റുഡിയോ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു പ്രൊജക്റ്റിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം വിചാരിച്ചു അത് സോഴ്സ് കോഡായിട്ട്, കാരണം പബ്ലിക് എല്ലാവർക്കും യൂസ് ചെയ്തിരിക്കണോ, നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണത്. വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് അല്ലാതെ അതിൻ്റെ ഫ്രീ വെർഷനും പെയ്ഡ് വെർഷനും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാതെ ഞാൻ ഒരെണ്ണം വിൻഡോസിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഞാൻ ഡെവലപ്പ് ചെയ്തു വിഷ്വൽ സ്റ്റുഡിയോയിൽ. അപ്പം അത് നമുക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു. നമ്മൾ നേരത്തെ പോലെ നമ്മൾ നേരത്തെ പ്രോജക്റ്റുകളുടെ കിടപ്പുണ്ട്, PSP ആർട്ട് ഓഫ് ആർട്സ് ടൂളൊക്കെ. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് കോംപോർട്ട്, നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. നമ്മൾ കോംപോർട്ട് എന്നുള്ള ഡേറ്റ നമുക്ക് ഡിസൈൻ ചെയ്യുന്നൊരു ടൂളാണ്. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആർഡിനോ, അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ട് അതിനകത്ത് നിന്നുള്ള ഡേറ്റ നമ്മൾ അതിനകത്ത് തന്നെ ടൂളുണ്ട് അതിന് ഫോം ഡിസൈൻ ചെയ്യാനുള്ള. അപ്പോൾ അതിൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി, ഇപ്പം നമുക്ക് എക്സാമ്പിൾ ഒരു ഡീബഗിങ് എംബഡഡിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതലും യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഇതിപ്പം എന്തെങ്കിലും ഒരു ഹാർഡ്വെയറിൽ ഇതിൻ്റെ UART ഡേറ്റ നമുക്കത് റീഡ് ചെയ്ത് അത് നമ്മൾ കൊടുത്ത ഡേറ്റ കറക്റ്റ് ആണോ, സെൻഡ് ചെയ്യുന്നുണ്ടോ, അതിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇതിലാണോ നമുക്കത് മോണിറ്റർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഇതുണ്ടെങ്കിലേ പറ്റും. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യണത് എന്തിനാണ്, ആർഡിനോ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ കോമ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതുപോലല്ല, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് വെർഷൻസ് അവൈലബിൾ ആണ്, പഴയതും പുതിയതുമായിട്ടൊക്കെ. ഞാൻ അതിനൊരു യൂണീക്കായിട്ട് ചെയ്യുന്നൊരു ഗ്രാഫിക്സ് ഒക്കെ സെറ്റൊക്കെ ആക്കി വിൻഡോസ് 11 കോമ്പാക്റ്റബിലിറ്റിയിൽ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഫീൽ ഗുഡായിട്ടും പിന്നെ ബഗ്ഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല സ്റ്റേബിളായിട്ടുള്ളൊരു ഇതും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഈ കിട്ടുന്ന റിപ്പോർട്ട്, അതായത് ഈ കിട്ടുന്ന റീഡ് ചെയ്ത് കിട്ടുന്ന ഡേറ്റ നമുക്ക് ടെക്സ്റ്റ് ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കാനൊക്കെ ഉദ്ദേശിച്ചത് ആണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് അതിനകത്തോടെ കമാൻഡ് സെൻഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അങ്ങനൊരു ഞാൻ ചെയ്യുന്ന പ്രൊജക്റ്റുകളിലെല്ലാം അങ്ങനൊരു ഇതുണ്ട്. നമ്മൾ UART നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പല ആപ്ലിക്കേഷൻ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് അങ്ങോട്ട് കമാൻഡ് സെൻഡ് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ നമുക്കത് സേവ് ചെയ്യണം. അങ്ങനെയൊക്കെ കുറേ സംഭവം. പിന്നെ അതിനകത്ത് എത്ര ഡേറ്റ നമ്മൾ സെൻഡ് ചെയ്തു, എത്ര ഡേറ്റ നമുക്ക് റിസീവ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള ഒരു കണക്കുകളൊക്കെ നമുക്കത് അറിയണം. പിന്നെ കിട്ടുന്ന ബൗണ്ട് റേറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സിനാണ്. അതുപോലുള്ള ഹാർഡ്വെയർ ഡെവലപ്പേഴ്സ്, എംബെഡഡ് ചെയ്യുന്ന ആൾക്കാർക്ക്, പിന്നെ സർവീസ് ഫീൽഡിലുള്ളവർക്കൊക്കെ അത് ഉപയോഗപ്പെടുന്നൊരു ഐറ്റമാണ്. നമുക്ക് UART പോർട്ട് അറിയാം. നമ്മളെല്ലാം കോമൺ ആയിട്ട് പല ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒഴിവാക്കാൻ പറ്റാത്തൊരു കമ്മ്യൂണിക്കേഷൻ പോർട്ടാണ് UART എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പഴയ തൊട്ട് പുതിയ എക്യുപ്മെൻറ്റ് വരെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അത് മാറി ക്യാനും മറ്റേതൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇപ്പോഴും അത് പല ആൾക്കാരും അത് യൂസ് ചെയ്യുന്നുണ്ട്. ആ പോർട്ട് നമ്മളത് UART യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതിനാണ് നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്നത് WPF ആണ് വേണ്ടുന്നത്. WPF ആണ് നമ്മൾ C# ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ആപ്പിന് നെയിം കൊടുക്കുന്നത് കോം ലിസണർ എന്നാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ആപ്പ് നെയിം കൊടുക്കുകയാണ്.
നെയിം കൊടുത്തു. നമ്മളെ ഡയറക്ടറി സോഴ്സ് ഡയറക്ടറി നമ്മൾ ഇതിനകത്താണ് അതിൻ്റെ സൊല്യൂഷൻ നെയിം ഫാം ഡിസൈൻ തന്നെയാണ്. നമ്മളെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 2 ഫയൽ വന്നു. മെയിൻ ഡോട്ട്, അതായത് മെയിൻ വിൻഡോ XAML, മെയിൻ വിൻഡോ XAML.CS. അപ്പോൾ ഇതിൽ കുറേ ഡിഫാൾട്ടായിട്ടുള്ള ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്കൊരു എന്താ പറയുക, ഒരു GUI ആയിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ് വേണം. ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, അത്യാവശ്യം ഒരു എന്താ പറയുക, ആപ്പ് കാണാനൊരു നല്ലൊരു നമ്മളത് ഓപ്പണായി വെക്കുമ്പോൾ തന്നെ ഒരു ലുക്ക് വേണം. അപ്പം അത് നമ്മളതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് റീഡ് ചെയ്ത് ഡേറ്റ സേവ് ചെയ്യാൻ പറ്റണം. പല അതിനകത്തും അങ്ങനെയുള്ളൊരു ഇതില്ല. നമ്മളല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പം അത് നമ്മളിതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ ടെക്സ്റ്റ് ഫയലായിട്ട് നമുക്ക് റീഡ് ചെയ്ത് കിട്ടുന്ന ഡേറ്റ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നുള്ള നമുക്ക് കമാൻഡ് അതിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഓൾറെഡി ഉള്ളത് അടുന്നതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു കമാൻഡ് നമുക്ക് അതിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ അതൊക്കെ എല്ലാം കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ബൗണ്ട് റേറ്റ് സെലക്ഷൻ, അതിനകത്ത് നമുക്ക് കുറച്ച് ബൗണ്ട് റേറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബൗണ്ട് റേറ്റുകൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കോമൺ ആയിട്ട് വരുന്നൊരു ഫീച്ചറാണ്. പിന്നെ അതുപോലെ അതിനകത്ത് നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്ത ഡേറ്റയും റിസീവ് ചെയ്ത ഡേറ്റയുടെയും അളവ്, അതിൻ്റെ ഒരു കൗണ്ട്, നമ്മൾ എത്ര KB അല്ലെങ്കിൽ എത്ര ബൈറ്റ് ആണെന്നുള്ളത് നമുക്ക് അതിനകത്ത് വ്യൂ കിട്ടും. പിന്നെ കണക്ട് ഡിസ്കണക്റ്റും ബട്ടൺ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാറ്റസ് ഇൻഡിക്കേഷൻ, കണക്റ്റ് ആകുമ്പോഴും ഡിസ്കണക്റ്റ് ആകുമ്പോഴും ഒരു സെപ്പറേറ്റ് ഇൻഡിക്കേഷൻ നമുക്ക് അറിയണമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ബഗ്ഗുകളും കാര്യങ്ങളൊന്നും ഇല്ലാതുള്ളൊരു സ്മൂത്തായിട്ടുള്ളൊരു വിൻഡോസ് 11 പാനലൊക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണം. അല്ലാതെ വല്ല കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അത് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കത് അപ്പോൾ ഇതിൻ്റെ കോഡുകൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് കുറേയൊക്കെ നമ്മളത് ഐഡിയ വെച്ചിട്ടും, പിന്നെ ബാക്കിയുള്ളത് ഈ പല നമ്മൾ AI സപ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഡ് ജനറേഷൻ ചെയ്യുന്നത്. അപ്പം കോഡ് നമ്മൾ എന്താ പറയണേ, ഉണ്ടാക്കിയെടുക്കല്ലേ. നമ്മളത് AI സപ്പോർട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഐഡിയയും ടൂളുകൾ യൂസ് ചെയ്ത്. ഇപ്പോഴത്തെ കാലത്ത് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നേരത്തെ കണക്ക് മാസങ്ങളോളം ഇരുന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കിട്ടും. നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് എന്താണ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാനിതിൻ്റെ ഇപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഓരോ കോഡും എടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് എന്താ പറയുക, ഞാൻ ഓൾറെഡി ഈ ആപ്പ് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കത് എന്താ പറയുക, നമുക്കത് അതിൻ്റെ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ കോഡിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരാനും, അതുപോലെ തന്നെ അത് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ പോർഷൻ ഞാനത് വീഡിയോ ഇട്ട്. ഈ ഒരു ആപ്പിനെ പരിചയപ്പെടുത്താൻ, ഈ ആപ്പിൻ്റെ വർക്കിംഗ് ഫീച്ചേഴ്സൊന്നും പരിചയപ്പെടുത്തുന്നത്. ഇത് ഞാൻ പബ്ലിക്കലി എല്ലാവർക്കും യൂസ് ചെയ്ത് പോകാനുള്ളൊരു ഇതിൽ ഷെയർ ചെയ്യുന്ന ആപ്പാണ്. ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. കോഡ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനൊരു സ്റ്റെപ്പ് പേജിൽ ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കോഡായിട്ട് നിങ്ങൾക്ക് ഈ ആപ്പായിട്ട് യൂസ് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനത് തന്നെ വിൻഡോസിൻ്റെ ആപ്പിന് ആപ്ലിക്കേഷൻസ് ഇതുപോലെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ലിറ്റ പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ സോളിൻ്റെ സോഴ്സ് കോഡും ഈ ആപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് ആർക്ക് വേണമെങ്കിലും ഇത് മോഡിഫൈ ചെയ്യോ അല്ലെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇറക്കാൻ കഴിയും. കാരണം അത് അഡ്വർടൈസിങ് കാര്യങ്ങളൊന്നും അല്ല, ആപ്പായിട്ടുള്ള രീതിയിലല്ല. ഓൾറെഡി ഞാൻ കമ്പയർ ചെയ്ത് exe ഫയലായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ പാക്കേജായിട്ട് തരും.
അത് കൂടാതെ നിങ്ങൾക്കിത് ആർക്കെങ്കിലും വിഷ്വൽ സ്റ്റുഡിയോയിലിട്ട് കോഡ് വെരിഫൈ ചെയ്ത് കമ്പയർ ചെയ്യണമെന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മോഡിഫൈ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഫയലാണ്. അതായത് ഇവിടെയാണ് നമ്മുടെ വിൻഡോ, അതായത് മെയിൻ വിൻഡോ നമുക്ക് ഇതിനകത്താണ് വരുന്നത്. ഇതിനകത്താണ് നമുക്ക് എന്താ വേണ്ടുന്നത്, നമ്മുടെ ബട്ടൺസും ഫോം സെലക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് റിസീവിങ് ഡാറ്റ അതിൻ്റെ ഡീറ്റെയിലും, പിന്നെ അതുപോലെ തന്നെ സേവ് ബട്ടൺ, കമാൻഡ് ബോക്സ്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനകത്താണത് എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമ്മളിതിപ്പോൾ ബ്ലാങ്ക് ആണ്, നമ്മൾ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇതിനകത്ത് ആദ്യം ഇതിൻ്റെ GUIയുടെയും അതുപോലെ തന്നെ ലോജിക്കും കോംപോർട്ടിൻ്റെ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ മെയിൻ വിൻഡോ .xaml.cs ആണ് ഇതിൻ്റെ കോഡുകളാണ്. നമ്മളിവിടെ ഇതിൻ്റെ മെയിൻ ഇൻസ്ട്രക്ഷൻ ലോജിക്ക് ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഫയലാണ്, ഇതിനകത്താണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആൻഡ് ലോജിക്കുകൾ ഇതിനകത്താണ് വരുന്നത്. UIക്ക് നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ മെയിൻ വിൻഡോ .xaml ആണ് നമ്മൾ വരുന്നത്. ഈ .cs ഫയൽ അതിനകത്താണ് അതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിവിടെ അതിനകത്ത് സീരിയൽ പോർട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇതിനകത്ത് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് സീരിയൽ പോർട്ടിൻ്റെ ഡാറ്റയാണ് നമുക്ക് ഇതിനകത്ത് എടുത്ത് വ്യൂ ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ എന്താണ് സീരിയൽ പോർട്ടിൻ്റെ അതിൻ്റെ വേരിയബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാക്കറ്റ് മോണിറ്ററിങ്ങിൻ്റെ മെത്തേഡുകളൊക്കെ നമ്മളവിടെ എന്ത് ചെയ്ത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് സ്കാൻ ചെയ്യാനുള്ളൊരു ഉണ്ട്. അതായത് നമുക്ക് എന്താണ് അതായത് ആക്റ്റീവ് കോംപോർട്ടിനെ നമുക്ക് സ്കാൻ ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോർട്ട്, ഇപ്പം നമ്മൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള പോർട്ട് നമ്മൾ സിസ്റ്റത്തിനകത്ത് നിന്ന് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബോക്സിനകത്ത് വിസേബിൾ ചെയ്യണം. അപ്പം അത് നമ്മൾ ലോഡ് അവൈലബിൾ പോർട്ട്സ് നമ്മളിവിടെ ആ ഒരു ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പോർട്ട്സ് ഉണ്ടോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, കാളെടുക്കും. നമ്മളിവിടെ 1 സെക്കൻഡാണ് നമ്മളിവിടെ ടിക്കിംഗ് ടൈം കൊടുത്തേക്കുന്നത്. അതായത് ഇനിഷ്യലൈസേഷൻ ടൈം നമ്മൾ അതിന് ഒരു 1 സെക്കൻഡിൽ ഇതിങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്ത് ഇത് നാട്ടോ സെലക്ട് ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് പോർട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോർട്ട് നാട്ടോ സെലക്ട് ആയിട്ട് വരും. മിക്കവാറും എനിക്കൊന്ന് COM5 ആയിരിക്കും മിക്കവാറും വരുന്നത്. അവൈലബിൾ ആയിട്ട് ഏതോ പോർട്ടാണോ ആക്റ്റീവ്, അപ്പോൾ എൻ്റെ സിസ്റ്റത്തിനകത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് COM5 ആണ് ഇതിനകത്ത് ആക്റ്റീവായിട്ടുള്ള പോർട്ടിൽ സ്റ്റാർട്ട് വരുന്നത്. അത് ആ പോർട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്റ്റീവായിട്ടുള്ള ഏത് പോർട്ടാണോ ആ പോർട്ട് തന്നെ സെലക്ട് ചെയ്യും. അത് ചിലപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങളിപ്പോൾ നിങ്ങളൊരു കൺവേർട്ടർ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു USB to സീരിയൽ കൺവേർട്ടർ നിങ്ങൾ കണക്ട് ചെയ്യുമ്പം അതിൽ നിങ്ങൾ അതാണ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് സെലക്ട് ആവും. കാരണം വേറെ പോർട്ടെല്ലാം ഡിസേബിൾ ആണ്, ഈ എണ്ണം മാത്രമാണ് ആക്റ്റീവ് ആണെങ്കിൽ എടുക്കും.
ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് തന്നെ വേറെ അല്ലെങ്കിൽ ലാപ്പിനകത്ത് തന്നെ വേറെ ഏതെങ്കിലും ഡിവൈസ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും ചിലപ്പം വന്ന് കണക്റ്റ് ആവുന്നത്. അപ്പം നിങ്ങൾ ഡിവൈസ് ഏത് പോർട്ടിലാണെന്നുള്ളൊരു ഐഡിയ വേണം. അത് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നോക്കണം. കാരണം ഇതിനകത്ത് സെലക്ട് ആവണ പോർട്ട് ചിലപ്പോൾ അതിന് തന്നെ ആവണം, ഓട്ടോ സെലക്ട് ആവണത് അതാവണമെന്നില്ല. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചോളാം. ഇവിടെ നമ്മൾ എന്താ പറയുക, ഒരു കോംപോർട്ടിൻ്റെ ഒരു മെസ്സേജ് ബോക്സ്, അതായത് പ്ലീസ് സെലക്ട് കോംപോർട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് എന്താ പറയുക, ഒരു ബോക്സിനകത്ത് നമ്മൾ ആ കോമിൻ്റെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള പോർട്ട് ഇത് വരും. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. സോറി, ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് എറർ, അതായത് ഇപ്പം ഇൻ കേസ് നമ്മളൊരു പോർട്ട് കൊടുക്കാതെ നിങ്ങൾ സെലക്ട് ചെയ്യാതെ നിങ്ങൾ കണക്റ്റ് കൊടുത്തെന്ന് വെച്ചോ, അപ്പോൾ ഈ മെസ്സേജ് ബോക്സിൽ ഒരു മെസ്സേജ് ബോക്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും, പ്ലീസ് സെലക്ട് എ കോംപോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അത് അപ്പോൾ എറർ എന്നുള്ളത് കാണിക്കുക. അതിനകത്ത് ആ പ്രിൻ്റ് ചെയ്ത് വരാനുള്ള വാണിംഗ് ആണ് ഇത് നമ്മളിവിടെ ഈ കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇത് എൻ്റെ റീസൺ ആൻഡ് സ്റ്റാർട്ട് സ്റ്റാറ്റിക്സ് ഇതിൻ്റെ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്തെങ്കിലും ഒരു നിങ്ങൾ കണക്ട് ചെയ്ത് ഇത് റീസെറ്റ് ആൻഡ് സ്റ്റാർട്ട്സ്. ഇത് ഇപ്പം നമ്മൾ അപ്ഡേറ്റ്സ് ചെയ്ത്, അതായത് നമ്മുടെ പോർട്ട് ഇപ്പം എന്തൊരു പ്രാവശ്യം കണക്ട് ചെയ്യണമെങ്കിൽ എററായി ഡ്രോപ്പ് ഔട്ട് ആയി കഴിഞ്ഞാൽ അത് റീസെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള കോളാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്ഡേറ്റ് സേവ് ഡിസ്കണക്റ്റ്, അതായത് നമ്മളിപ്പം എന്തെങ്കിലും USB ഒക്കെ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ, അൺപ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പ്രോപ്പറായിട്ട് സേഫായിട്ട് ഡിസ്കണക്റ്റ് ആവാനുള്ളത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ പെട്ടെന്ന് വലിച്ചൂരിയാൽ അത് ഓട്ടോമാറ്റിക്കായി ഡിസ്കണക്റ്റ് ആയി അത് ഫ്രീസ് ആവാതിരിക്കാനുള്ള ഇതിനാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പോസിബിളായിട്ടുള്ള നമ്മൾ യൂസറിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇത് വെച്ചിട്ട് ഇത് ഹാങ് ആയി പോവാതെ അത് തിരിച്ച് സേഫായിട്ട് ഇത് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്തിരുന്നത്. ഇതാണ് നമ്മൾ ഒരു പറഞ്ഞ അത് സ്പെഷ്യലായിട്ടുള്ള ഒരു ഫീച്ചർ. അതായത്
നമ്മുടെ ലോഗ്, അതായത് നമുക്ക് കിട്ടുന്ന ESP, ഇപ്പം എക്സാമ്പിൾ ESP32 അല്ലെങ്കിൽ ആർഡിനോയിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ നമുക്ക് ടെക്സ്റ്റ് ഫയലായിട്ട് സേവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഓപ്ഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഇതിനകത്ത് കോഡ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് അതിൻ്റെ സീരിയൽ ലോഗ് ഡേറ്റ കാണും, അതിൻ്റെ ഡേറ്റ് കാണും, ടൈം കാണും, ഇയർ കാണും, മന്ത് കാണും, എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കാണും. ഇതാണ് നമ്മുടെ എന്തിനാ നമ്മുടെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഇതിൻ്റെ തീം അല്ലെങ്കിൽ അതിൻ്റെ UI നമ്മൾ വരുന്നത്. അപ്പോൾ UIയിൽ നമ്മളിപ്പം ഇതിൻ്റെ വെർഷൻ കൊടുത്തേക്കുന്നത് നമ്മളിപ്പോൾ 2.8 ആണ്. ഇതിൻ്റെ വെർഷൻ 2.0 നേരത്തെ ഉണ്ടായിരുന്നത്. ഈ ഗ്രാഫിക്സും കാര്യങ്ങളുള്ളതായിട്ടായിരുന്നു. അത് ഞാൻ ഇത് ഫങ്ഷണലായിട്ടുള്ള കാര്യം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ തീമിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ വന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു UI. ഇവിടെയാണ് നമുക്ക് ആ ലൈവ് ഡാറ്റ സ്ട്രീം വരുന്നത്. അതായത് ഇപ്പം ESP32 ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹോം പോർട്ടിൽ നമ്മൾ കണക്ട് ചെയ്ത് കോമ സെലക്ട് ചെയ്ത് പോർട്ട് സെലക്ട് ചെയ്ത് ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ വരുന്നത് ഇവിടെ ആയിരിക്കും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എറർ വന്നു. ഓക്കെ, അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കോഡ് ക്ലിയർ ചെയ്തത് കിട്ടിയിട്ടുണ്ട്. ഇത് എന്തിനാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഐക്കൺ ഫയൽ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സിന് വേണ്ടിയിട്ടൊരു ഐക്കൺ ഫയൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാധനം മിസ്സിങ് ആണ്. അതാണ് ഈ എറർ വന്നതിൻ്റെ കാരണം. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ വേണം. അതുകൊണ്ട് ഇതാണ് സംഭവം. ഇമേജസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ അതിൽ ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഐക്കൺ ഇട്ടിട്ടില്ല. അപ്പോൾ ഐക്കൺ ഇടുന്ന എന്ത് ചെയ്തു, ഐക്കൺ നമ്മൾ ഇട്ടില്ല, ഇമേജ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ അവിടെയാണ് നമുക്ക് പണി കിട്ടിയത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ നമ്മളൊരു ഗ്രാഫിക്സ് നമ്മളിതിനകത്ത് നിന്ന് എടുത്ത് ഇട്ടില്ല. അതായത് ഇമേജിനകത്ത് ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു ഐറ്റം അതിൽ സെറ്റാക്കിയിട്ടുണ്ട്.
നമുക്കിനി അതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഇറന്ന് വരില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇത് ഇപ്പം നമ്മളിതിൽ കോം സെലക്ഷൻ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കോം ഫോട്ടോ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കോം ഡിവൈസ് ഇതിനകത്ത് ഞാൻ കളക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടോ, കോം 3 ഇപ്പം അവൈലബിൾ ആയി. കോം 3 ഞാനൊന്നും കണക്ട് ചെയ്തിട്ടില്ല. നമുക്കെന്തെങ്കിലും കണക്ട് ചെയ്ത് നോക്കാം. അത് വർക്ക് ചെയ്യുന്നുണ്ടോ അറിയാലോ. ഇതിനകത്തിപ്പോൾ നമുക്കിവിടെ ബൗണ്ട് റേറ്റ്സുകൾ അടുത്തുള്ള പല പല ബൗണ്ട് റേറ്റ്സുകൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. ഇത് കണക്ട് ഡിസ്കണക്ട് ബട്ടൺസ് വേണം. കണക്ട് ഡിസ്കണക്ട് ഇത് കണക്ട് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ബൗണ്ട് റേറ്റിൽ ഈ ഇത് വലിയ ഫീച്ചർ കൺവേർട്ടറാണ്. USB to UART കൺവേർട്ടറാണ്. അപ്പോൾ അത് എടുക്കുന്നുണ്ട്. അതിൽ വേറെ ഡേറ്റ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അതിപ്പം ഒന്നും ലിസൺ ചെയ്യാത്തത്. ഇവിടെ ഇതിൽ അതുപോലെ തന്നെ അതിനകത്ത് റിസീവ്ഡ് ഡേറ്റയുടെ എത്ര കിലോ വെയിറ്റ്സ് ആണെന്നുള്ളത് ഇവിടെ കാണിക്കും. അത് സെൻഡ് ഡേറ്റ, പാക്കറ്റ്സ്, എറേഴ്സ്, അപ് ടൈം, ഇതെല്ലാം ഇതിൽ നമുക്ക് എന്ത് ചെയ്യും മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് സേവ് ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ഫയലായിട്ട് നമുക്ക് ഇത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇവിടെ അതിനകത്ത് ഡേറ്റ് എല്ലാം ഇവിടെ ടൈം ഉൾപ്പെടെ നമുക്ക് ഉള്ളൊരു ഫോർമാറ്റിലാണ് നമുക്ക് എന്താ പറയുക ടെക്സ്റ്റ് ഫയൽ റീനെയിം ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ നമുക്ക് റീനെയിം ആണെങ്കിൽ നമുക്ക് റീനെയിം ചെയ്യാം. ഇതില്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ലോഗ് എടുത്തതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഇതിൻ്റെ മെയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കമാൻഡ് സെൻഡ് ചെയ്യാൻ പറ്റും. താഴെ ഈ പോർഷൻ നമുക്ക് നമുക്ക് സെൻഡ് കൊടുക്കാൻ പറ്റും. കമാൻഡ് നമുക്ക് ഈ നമ്മുടെ ഇതിനകത്ത് നമുക്ക് അതിനകത്തോട്ട് കമാൻഡ്, അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതൊരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നത് ആ കമാൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഇത് നമുക്ക് ആ രണ്ട് ചാനൽ, അതായത് ട്രാൻസ്മിഷനും റിസീവിങ്ങും നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് മോണിറ്റർ ചെയ്യണം. ഇതാണ് ഈ ആപ്പിൻ്റെ ഒരു വർക്ക്. ഞാനിതിപ്പം കമ്പയർ ചെയ്തു. നമുക്കിത് എന്താ പറയുക, ഇത് വർക്കിംഗ് ആണ്. ഓൾറെഡി ഇത് ടെസ്റ്റഡ് ആയിട്ടുള്ള ആപ്പാണ്. ഞാനതിപ്പം ജസ്റ്റ് ഇതിനൊന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കാണിച്ചതുള്ളൂ. ഓൾറെഡി ഞാനിത് ചെയ്ത സമയത്ത് വീഡിയോ എടുത്തില്ല. ഞാൻ കോം ലിസൺ ഇതിൽ ചെയ്തിട്ടാണ് ഞാൻ കോം ലിസണർ ചെയ്തിട്ടാണ് എന്താ നമ്മൾ ESP32 ആപ്പ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്ത് ആ ചെയ്ത ടൈമിൽ ഞാൻ വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം. ഇത് ഞാൻ അങ്ങനെയല്ല, ഇത് ഞാൻ ഓൾറെഡി വിറ്റബീന്ന് ആ കോഡ് ഇതിനകത്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് എനിക്ക് വന്നത്. അതാണ് അതിനകത്ത് നേരത്തെ മറ്റേ എറർ വന്നത്. അതായത് അതിൻ്റെ ഇമേജ് ഫയൽ കോപ്പി ചെയ്തിട്ടില്ലായിരുന്നു. മറ്റേത് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓരോ സ്റ്റേജും ഡെവലപ്പ് ചെയ്ത സ്റ്റേജ്, അതായത് അതിന് ഗ്രാഫിക്സ് ഇല്ലാതെ ആദ്യം ഗ്രാഫിക്സ് നമ്മൾ ലാസ്റ്റാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ആ വർക്കിംഗ് ആണ്, അതിൻ്റെ ആ ഒരു ലോജിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓക്കെ ആക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഗ്രാഫിക്സിലോട്ടൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പം ഞാനിത് അതിന് എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പം ഇതിനകത്തിപ്പം ഈ സാധനം വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളിത് വെച്ചിട്ട് ഡാറ്റ ലിസൺ ചെയ്യുന്ന ആ വീഡിയോ ഉണ്ട്. നിങ്ങൾക്കത് അതിനകത്ത് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാം അതിനകത്തുള്ള ഡാറ്റയും കാര്യങ്ങളും എങ്ങനെ വീഡിയോകത്ത്. ഞാൻ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്കത് ഒരു ഡെമോ കാണിച്ചു തരാം. ഈ സാധനം
എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇനി പിന്നെ നമുക്കിപ്പോൾ ഡീബഗിലാണ് കിടക്കുന്നത്. അതിന് നമുക്ക് ഡീബഗിൽ നിന്ന് മാറ്റിയിട്ട് റിലീസിലോട്ടാക്കാം. ഇത് എററൊന്നും ഇല്ലാതെ നമുക്ക് റീബിൽഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷനിൽ പോയിട്ട് നേരത്തെ നമുക്ക് പണി വെച്ചാൽ ഈ ഇമേജാണ് ഉണ്ട്. ഇതിൻ്റെ ഐക്കണും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. ഇതാണ് അതിൻ്റെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് ഫോക്കൽ ടീച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ബാക്ക്ഗ്രൗണ്ട്. അത് കമാൻഡ് കൊണ്ട് എടുക്കുക ബാക്ക്ഗ്രൗണ്ട്. ഒരു ട്രാൻസ്പെറൻറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അത് നമ്മൾ ഐക്കൺ ഐക്കൺ കോംപ്ലിസൻ്റെ ഐക്കൺ അത് നമ്മൾ അത് വെച്ചിട്ട് ചെയ്തതാണ്. ഇതിനകത്ത് ബിൻഫല്ല ഇതിനകത്ത് റിലീസിൽ EXE ഡെവലപ്പ് ആയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. അതും OM5 ആയിട്ട് കണക്ട് ആയി. OM5 ഈ ലാപ്പിൽ ഏതൊരു ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഡിഫോൾട്ടായിട്ട് OM6. ഇത് ആണിപ്പോൾ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ കൺവേർട്ടർ ആണ്. അത് ഡിസ്കണക്ട് ചെയ്തപ്പം ഓൾറെഡി കണക്ട് ആണ്. ഞാനത് കണക്ട് ചെയ്തുകൊണ്ട് വെച്ച് തന്നെ റിമൂവ് ചെയ്തു. അത് ഡിസ്കണക്റ്റ് ആയി. കണക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എറർ വരും. ഫെയിൽ ടു കണക്ട്, കോം പോർട്ട് ഈസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കോം പോർട്ട് 3 അതിലില്ല. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് OM5ഉം OM6 മാത്രമേ ഉള്ളൂ. 6 കണക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കണക്ട് ആവില്ല. അത് ഓൾറെഡി ബിസിയാണ്. അതെന്തോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. OM5 കണക്ട് ചെയ്ത് കണക്ട് ആവുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് അറിയില്ല. അതിപ്പോൾ നോക്കേണ്ടി വരും. അപ്പോൾ നമ്മളാകെ നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്തേക്കുന്നത് OM3 ആണ്. നമ്മളിപ്പോൾ ഡിവൈസ് തിരിച്ച് കണക്ട് ചെയ്തപ്പോഴത്തേക്കും OM3 ഇത് വന്നു. OM3യിൽ കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റഡ് ടു OM3 ആയിട്ട് നമ്മൾ കൊടുത്ത ബൗണ്ട് റേറ്റ് അത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിലവിൽ സ്മൂത്തായിട്ടുള്ളൊരു ഇവിടെ നമുക്ക് കണക്ഷനും ഡിസ്കണക്ഷനും ഇവിടെ നമുക്ക് ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. താഴെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഇവിടെ കണക്റ്റഡ് എന്നിവിടെ കാണിക്കും. ഒരു പച്ചയല്ല, ഒരു നീല ഇതിലോട്ട് വരും. ഡിസ്കണക്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് റെഡ് ആവും. ഡിസ്കണക്റ്റഡ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ സിസ്റ്റം ഡിവൈസ് ഡിസ്കണക്റ്റഡ് എന്നുള്ളൊരു ഇത് മെസ്സേജും വരും. കണക്ട് ചെയ്യുമ്പോൾ കണക്റ്റഡ് ടു ഹോം എന്നുള്ളത് ഇത് നമുക്ക് ഇതിനകത്ത് കാണിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഡിവൈസ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ എങ്ങനെ റീഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോൾ നമ്മളൊരു ഡിവൈസ് അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. വേറെ പ്രൊജക്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിതിപ്പം ഒരു എന്താ പറയുക, ഒരു IoT ഡിവൈസാണ്. ഇപ്പം ESP ഡിവൈസ് ഇപ്പോൾ IoT ഡിവൈസാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോണുമായിട്ട് വൈഫൈ ആയിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതിൻ്റെ ഡാറ്റ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഓൺ ചെയ്യാൻ പറ്റും. ഇത് സ്മാർട്ട് ഇൻവെർട്ടർ ഗേറ്റ് ഒരു വൈഫൈ കണക്ടിവിറ്റി മൊഡ്യൂളാണ്. ഇവിടെ ഒരു നമുക്ക് IoT വഴി നമുക്ക് അതിൻ്റെ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മളതിൻ്റെ ബൂട്ട് ആവുന്നുണ്ടോ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇതുപോലെ വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതുപോലെ ഈ ഡാറ്റ നമുക്കിതുപോലെ
എന്ത് ചെയ്യും, നമുക്ക് ഇതിനകത്ത് ഡാറ്റ കിട്ടുന്നത് നമുക്ക് ഇതുപോലെ സേവ് കൊടുത്ത് നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇതുപോലെ ഫയൽസ് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നമ്മളല്ല ലോഗ് സേവ് സക്സസ്ഫുള്ളി. നമ്മളിനി അതിനകത്ത് ഡോക്യുമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഫയല് നമ്മുടെ കോമ്പോണൻറ്റിൻ്റെ ഡീറ്റെയിൽ എന്നാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അതുപോലെ ESP ബൂട്ടായിട്ട് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ആയ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആ ഒരു ഡിവൈസിൻ്റെ ഫുള്ള് സീരിയൽ ഡാറ്റ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യും കിട്ടും. അപ്പം ഇവിടെ നമുക്ക് വൈഫൈ കണക്റ്റ് ആയതിൻ്റെ നമുക്ക് വരുന്നത് ഏതാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്, ഇതാണ് ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഡെവലപ്പേഴ്സിനും അതുപോലെ തന്നെ എംബെഡഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ജിറ്റബിലി ഇത് റിലീസ് ചെയ്യുന്നത്, നിങ്ങളുടെ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം അതിൻ്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോഴ്സ് കോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, എന്നൊരു പ്രശ്നമില്ല. നിങ്ങളതിപ്പം അത് ജിറ്റബിൽ ഞാനിത് ഈ വീഡിയോയുടെ ലിങ്കിൻ്റെ താഴെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗൺലോഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന് കിട്ടും.